പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരൂസ്യയിലേക്ക് സ്വാഗതം. ഒന്നാം നാൾ. പരൂസ്യ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ ലത്തീൻ പദം അഡ്വൻറ്റൂസ്, അത് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ അഡ്വൻറ്റ് എന്നാകും. പരൂസ്യ ആഗമനത്തിനായി, ചക്രവർത്തിയുടെ വരവിനായി, രാജാവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന സമയം. ദൈവശാസ്ത്രപരമായി എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ, ഫലങ്ങളാണ് ഇത് നൽകുന്നത്? ഒന്നാമത്തെ ഫലം വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ്. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത ആണ്ടുകൾക്കപ്പുറത്ത് ബത്ലഹേം പുൽത്തൊട്ടിയിൽ ജാതനായി പിറന്ന് ഉണ്ണിയുടെ ഗീതങ്ങളെക്കുറിച്ച്, ഉണ്ണിയുടെ വരവിനെക്കുറിച്ച് നാം ധ്യാനിക്കും. പലപ്പോഴും വിശ്വാസികളുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ കാലങ്ങൾക്കപ്പുറത്ത് ജനിച്ച ഒരു ദൈവപുത്രനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി വരാനിരിക്കുന്ന യേശുവിൻ്റെ രണ്ടാം വരവിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നും, പരൂസ്യ വാഗ്ദാനം ചെയ്യുന്ന നിത്യരക്ഷയിലേക്ക് ഞാൻ എങ്ങനെ പോകുവാനായി എന്നെ പ്രേരിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വാഗ്ദാനം. രണ്ടാമതായി, ഈ വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ പ്രതീക്ഷ എന്നെ കൊണ്ടെത്തിക്കുന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിലേക്കാണ്. യേശുവിൻ്റെ മടങ്ങി വരവിലുള്ള വിശ്വാസം, അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന വിശ്വാസികളായ നമ്മെ ധാർമ്മികമായി വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഇത് പ്രത്യേകിച്ച് വളരെ വ്യക്തമാണ്. അവൻ്റെ മടങ്ങി വരവിനായി തയ്യാറെടുക്കാൻ നമ്മെ യേശു തന്നെ ഉദ്ബോധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം സംക്ഷിപ്തമായി യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 34-35 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9 തുടങ്ങിയ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇപ്രകാരം മനസ്സിലാക്കുന്നുണ്ട്: ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ പുതിയൊരു കൽപ്പന നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അത് നമ്മുടെ ധാർമ്മികപരമായ ദൗത്യമാണ്. അതുകൊണ്ട് അന്ത്യവിധിയിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ പരൂസ്യ എന്നത് എല്ലാ വ്യക്തികളുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വ ദൗത്യങ്ങളുടെ വിധിയായി മാറുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. അന്ത്യവിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം ധാർമ്മികപരമായി, വിശ്വാസപരമായി ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ട് ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന പാപം എന്നിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് കൃപയിലേക്ക് എന്നെ വീണ്ടെടുത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ പരൂസ്യ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.